ഹലോ ഗായ്സ്, വെൽക്കം ടു ജിംകി ബ്ലോഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളിന്ന് പുതിയ ഡിഷായിട്ട് വന്നിരിക്കുന്നത്, അതായത് ചിക്കൻ പെരട്ട്. അതിലേക്ക് ആവശ്യമായ ചിക്കനാണ് ഇരിക്കുന്നത്. ചിക്കൻ ഒരു 3/4 കിലോ ഉണ്ടാവും. അതിലേക്ക് ആവശ്യമായ ഉള്ളി ഒരു 200 ഗ്രാം, 3 അല്ലി വെളുത്തുള്ളി, 2 തണ്ട് കുരുമുളക്, ഒരു 4 പച്ചമുളക്, 2 കഷ്ണം ഇഞ്ചി, പിന്നെ കറിവേപ്പില. ഇത്രയും സാധനങ്ങൾ നമുക്ക് ആവശ്യമുള്ളത്. മല്ലിയില കൂടി ഇതിലേക്ക് ചേർക്കേണ്ടതുണ്ട്. ഇവിടെ ആർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മളത് അവോയ്ഡ് ചെയ്തു. ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ പേസ്റ്റാക്കി എടുക്കാനുണ്ട്. നമ്മൾ എടുത്തു വെച്ച വേപ്പിലയുടെ 2 തണ്ട് എടുക്കുക. പിന്നെ 4 പച്ചമുളക്, കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. ഇത്രയും സാധനങ്ങൾ നമുക്ക് പേസ്റ്റാക്കിയാലോ? പോയിട്ട് വരാം. ഓക്കേ, വാ. ചിക്കൻ അടുപ്പിൽ കയറ്റാൻ പോയേട്ടാ. അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. ചട്ടി വെക്കാം. ചട്ടി ചൂടായി. നമുക്കിനി എണ്ണ ഒഴിക്കാം. ഒരു 5 ടേബിൾ സ്പൂൺ എണ്ണ വേണ്ടി വരും കേട്ടോ. ഇതിലേക്ക് അരിഞ്ഞു വെച്ചേക്കണ ഉള്ളി ഇടാം. ഉള്ളി എളുപ്പത്തിൽ വാടാനായി ഒന്നുള്ള ഉപ്പിടാം നമുക്ക്. ഉള്ളി ചെറുതായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പേസ്റ്റ് ഇടാം. അതായത് കുരുമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നമ്മൾ പേസ്റ്റ് ആക്കിയില്ലേ, ആ പേസ്റ്റ് ഇതിലേക്ക് ഇടണം. അതും നന്നായി വാടണം. ചിക്കൻ കൂടി പേസ്റ്റിലേക്ക് നന്നായിട്ട് വെന്ത് ചിക്കൻ്റെ വെള്ളമൊക്കെ ഇറങ്ങണം. നമ്മളിപ്പോൾ ഈ ചിക്കൻ കറിയിൽ ഒരു മസാലയും ചേർത്തിട്ടില്ല. അതായത് മഞ്ഞൾ പൊടി, മുളക് പൊടി, ആ ഐറ്റംസ് ഒന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര ഹെൽത്തിയാണ് ഈ ചിക്കൻ കറി. ഇപ്പം നമ്മൾ എടുത്തേക്കണം ബ്രോയിലർ ചിക്കനാണ്. ഇതിന് പകരം നാടൻ ചിക്കൻ ആണെങ്കിൽ ഒന്നുകൂടെ നന്നായിരിക്കുള്ളൂ. നമുക്ക് നന്നായിട്ട് ഇളക്കി കുറച്ചുകൂടി ഉപ്പിട്ടൊന്ന് മൂടി വെച്ച് വേവിക്കാം. രണ്ട് തണ്ട് കറിവേപ്പില കൂടി ഇടാം. അടി പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കാരണം നമ്മൾ ഈ മസാല പേസ്റ്റ് ആക്കിയേക്കണില്ലേ, അതായത് ഈ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ, അപ്പോൾ അത് അടി പിടിക്കും. നമ്മൾ പേസ്റ്റ് ആക്കിയ മിക്സിയിൽ കുറച്ച് വെള്ളം നാളെ വെച്ചിട്ടുണ്ട്, പേസ്റ്റിൻ്റെ അതുകൂടെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ പിന്നെ ബാക്കി വെള്ളം ചിക്കനിന് എപ്പോഴും ഇറങ്ങും. ചിക്കനിൽ കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ ഓൾറെഡി. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അടി പിടിക്കൽ മാറും, കുഴപ്പമുണ്ടാവില്ല. പിന്നെ നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ചിക്കൻ കളറില്ലാന്ന് ഓർത്ത് ആദ്യം വിഷമിക്കണ്ട കേട്ടോ. വെന്ത് പറ്റി വരുമ്പോൾ നല്ല കളറുണ്ടാവും ഇതിന്. ഓക്കെ, മൂടി വെച്ച് വേവിക്കാം. കുറച്ച് നേരം നമുക്ക് ഒരു 5 മിനിറ്റൊക്കെ ആയിട്ടുണ്ട് വെച്ചിട്ട്. നമ്മുടെ അടുപ്പിൽ നല്ല തീയുണ്ടേ, നമുക്ക് നോക്കിക്കാം.
നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല കളറായില്ലേ? അതായത് കളറിൽ നല്ല വ്യത്യാസം വന്നില്ലേ? ഇപ്പം നല്ല മണവുമുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? ഉപ്പുണ്ടാന്ന് നോക്കിയാലോ? നല്ല ടേസ്റ്റ്, നല്ല വെറൈറ്റി ടേസ്റ്റാണ്. നമ്മൾ മസാലകളൊക്കെ ചേർക്കണത് നല്ലതാണ്. മസാലകളൊക്കെ ചേർക്കുമ്പോൾ നമുക്ക് എപ്പോഴൊരു ടേസ്റ്റ് അല്ലേ അത്. ഇതിപ്പോൾ ഒരു വെറൈറ്റി പോലെ ഉണ്ട്. എല്ലാവരും മസ്റ്റ് ട്രൈ ഡിഷാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഇത് കാണുന്ന എല്ലാ കൂട്ടുകാരും ഞങ്ങൾക്ക് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് കിട്ടാം ഡിഷ്. ഓക്കെ, സ്ട്രീറ്റ് കുട്ടനും ഉണ്ട്, അൽവിനും ഉണ്ട്. അടിപൊളിയാണ്. സൂപ്പറാണോ? താങ്ക് യു. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ടാറ്റ ബൈ, സീ യു.